Thank you to Ambassador Sri T.P. Srinivasan for that great speech that he delivered this evening. You might wonder how he rose to the highest level in the Indian Foreign Services. Those who have listened to him, you might have noticed such a humble man. There is so much that we have to learn from this personality. Thank you, sir, this evening for your great message. And Dr. Babu Stephen, I hope you listen to the ambassador, what he has said. You have 2 more years, maybe. So now we are moving on to the next item. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഒരു വ്യക്തി നമ്മുടെ ഇടയിൽ ഇന്നുണ്ട്. മലയാള സിനിമ കണ്ടിട്ടുള്ളതായ എല്ലാവർക്കും അറിയാം ആരാണ് ഈ വ്യക്തി എന്നുള്ളത്. ഒരു സിനിമാ നടൻ മാത്രമല്ല, ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോയർ കൂടിയാണ്. എന്താണ് തെറ്റ്, എന്താണ് ശരി, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, എങ്ങനെ മുൻപോട്ട് പോകണമെന്നൊക്കെ ഉപദേശം തരാൻ പറ്റിയതായ ഒരു വ്യക്തി. ഇന്ന് ഈ സമയത്ത് ഫോക്കാനയുടെ പേരിൽ നമ്മുടെ പ്രിയങ്കരനായ മുകേഷിന് അഭിനന്ദനങ്ങൾ. വന്നതിന് വളരെ നന്ദി. പ്ലീസ് കം ടു ദ സ്റ്റേജ്. ശ്രീ മുകേഷ് കഴിഞ്ഞ 42 വർഷമായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി തുടരുന്ന ജനപ്രിയ നടനാണ് ശ്രീ മുകേഷ്. ഇന്ന് സിനിമാ ലോകത്ത് മാത്രമല്ല, പൊതുപ്രവർത്തനത്തിലും സുപ്രധാന വ്യക്തിത്വം. 1982 ബലൂൺ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്കെത്തി. അന്നു മുതൽ ഇക്കാലം വരെ മുകേഷിന്റെ സിനിമയില്ലാത്ത ഒരു വർഷവും മലയാള ചലച്ചിത്ര രംഗത്ത് ഉണ്ടായിട്ടില്ല. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? But why? Full many a gem of purest serene lay underneath the unfathomed ocean unblossomed. But why? നാടകാചാര്യൻ ഒ മാധവന്റെയും പ്രശസ്ത നടി വിജയകുമാരിയുടെയും മകനായി ജനിച്ച മുകേഷ് കൊല്ലം SN കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷമാണ് മലയാള സിനിമാ രംഗത്തേക്കെത്തുന്നത്. നാടകകലയുമായി ലയിച്ചു ചേർന്ന സ്വന്തം കുടുംബം തന്നെയായിരുന്നു മുകേഷിന്റെ ആദ്യ തട്ടകം. നാടകത്തിലെ അഭിനയ പരിചയവുമായിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. 1989 പുറത്തിറങ്ങിയ റാഞ്ചിറാവു എന്ന ചിത്രത്തിന്റെ വൻ വിജയം മുകേഷിന്റെയും മലയാള സിനിമയുടെയും ഗതി തന്നെ മാറ്റിമറിച്ചു. തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കാലം പ്രദർശിപ്പിച്ച ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെ നായകനും മുകേഷ് തന്നെ. അഭിനയം മാത്രമല്ല, ചലച്ചിത്ര നിർമ്മാണ രംഗത്തും മുകേഷ് സജീവമായിരുന്നു. കഥ പറയുമ്പോൾ, തട്ടത്തിൻ മറയത്ത് എന്നീ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചത് മുകേഷ് ആയിരുന്നു. സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവും സംഭവിക്കുന്നത്. 2016 കൊല്ലം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്കെത്തി അദ്ദേഹം ജനപ്രതിനിധിയായി. 2021 മികച്ച ഭൂരിപക്ഷത്തോടെ വിജയം ആവർത്തിച്ചു. മലയാള സിനിമയിലെ ജനകീയ നടന്, കൊല്ലംകാരുടെ പ്രിയ MLAക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു വെരി മച്ച്. ബഹുമാനപ്പെട്ട ഫൊക്കാന പ്രസിഡന്റ് ശ്രീ ബാബു സ്റ്റീഫൻ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള അമേരിക്കൻ മലയാളി സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ശ്രീ ബാബു സ്റ്റീഫൻ്റെ നേതൃത്വത്തിലുള്ള ഫൊക്കാനയ്ക്കും അദ്ദേഹത്തിനും എൻ്റെ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ 42 കൊല്ലമായിട്ട് ഞാൻ ഒരു സിനിമാ നടനാണ്, കലാകാരനാണ്, നാടകത്തിൽ അഭിനയിക്കും, TV-യിൽ വരും. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് കൊല്ലത്തിൻ്റെ MLA ആണ്. ഇപ്പോൾ 2 മാസം മുമ്പ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ
കൊല്ലത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്നു, പക്ഷെ തോറ്റുപോയി. കുറച്ചുകൂടെ ചിരി ഞാൻ പ്രതീക്ഷിച്ചു. തോറ്റുപോയി എന്ന് ഞാൻ അങ്ങനെയൊന്നും ആരും പറയത്തില്ല, ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ മലയാളിയുടെ ഒരു രീതി. കൊല്ലത്തുകാർ പറഞ്ഞു, നിങ്ങൾ ഡൽഹിയിൽ ഇപ്പോൾ തൽക്കാലം പോകണ്ട, ഞങ്ങളെ MLA ആയിട്ട് ഇവിടെ ഇരുന്നാൽ മതി, നിങ്ങളെ എപ്പോഴും ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു. പക്ഷെ അതിനിടയ്ക്ക് ശ്രീ ഫ്രാൻസിസ് ജോർജ് പറയുകയുണ്ടായി, അദ്ദേഹം ഇവിടെ വിജയിച്ചത്, കോട്ടയത്ത് വിജയിച്ചത് ഒരുപാട് മലയാളികളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായി എന്ന്. എന്തായാലും ഫൊക്കാനയ്ക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമായിരിക്കും, അവിടെ വന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമോ എന്നെനിക്ക് സംശയമുണ്ട്. എന്ത് സഹായ സഹകരണമാണ് അദ്ദേഹത്തിന് കിട്ടിയത്? നമ്മൾ 2 മുന്നണിയാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാമായിരുന്നു. ഇതൊക്കെ തമാശയ്ക്ക് പറയുകയാണ് കേട്ടോ. ഞാൻ ഈ കലാകാരനായിട്ട് ഇത്രയും കാലം മലയാളികളുടെ ഇടയിൽ നിന്നതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതാണ് സിനിമാ നടനായതിൻ്റെ, കലാകാരനായതിൻ്റെ ഏറ്റവും വലിയ എൻ്റെ സ്വത്ത് എന്ന് ഞാൻ പറയുന്നു. ഒരുപാട് സന്ദർഭങ്ങളിൽ ലോകമെമ്പാടുമുള്ള മലയാളികളെ കാണാനും അവരുമായിട്ട് സഹകരിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മലയാളി പിടികിട്ടാത്ത ഒരു പ്രഹേളികയാണ് ഞാൻ ഉൾപ്പെടെ. എങ്ങനെ എവിടെ പെരുമാറും എന്നുള്ളത് വലിയ സംശയമാണ്. കാര്യം വേണമെങ്കിൽ ഒരു വലിയ റിസർച്ച് നടത്താം. ബാക്കിയുള്ള ഇപ്പം ഞാൻ ഒരുപാട് കാലം തമിഴ്നാട്ടിലുണ്ടായിരുന്നു, ബാംഗ്ലൂരിലുണ്ടായിരുന്നു, ലോകത്ത് പല ഇന്ത്യക്കാരുമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷേ മലയാളികളെപ്പോലെ പിടികിട്ടാത്ത ഒരു വലിയ പ്രഹേളിക മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിലുള്ള മലയാളികളും പുറത്തുള്ള മലയാളികളും തമ്മിൽ തന്നെ സെയിം മലയാളികളാണ്. കേരളത്തിൽ ഒരു മലയാളി ഫ്ലൈറ്റ് അങ്ങോട്ട് പൊങ്ങുമ്പോൾ ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു മലയാളി. ഞാൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും ഇനി അതല്ലാത്ത ഒരു സ്ഥലങ്ങളിലാണെങ്കിലും വഴിതെറ്റുകയോ അതല്ലെങ്കിൽ വിളിക്കാമെന്ന ആൾ വന്നില്ല എന്ന് പറഞ്ഞ് വാച്ചിൽ നോക്കി അയ്യോ ഇയാളെ കാണുന്നില്ല എന്നുള്ള ഒരു വിഷമത്തിൽ നിൽക്കുമ്പോൾ സിനിമയിലൊരു പാനിങ് ഷോട്ട് എന്ന് പറയും. ഇങ്ങനെ 360 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ നോക്കും. അങ്ങനെ ഒരു പാനിങ് ഷോട്ട് 360 വേണ്ട, 190 പോലും വേണ്ട, ഒരു 40 ഡിഗ്രി വരുമ്പം തന്നെ സ്നേഹനിർഭരമായ 4 കൈകൾ മുകേഷ് പിന്നെ അങ്ങോട്ട് നിന്ന് കൊടുത്താൽ മതി, അവർ കൊണ്ടുപോയിക്കോളും. ആ കലയോടുള്ള മലയാളികളുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പലപ്പോഴും എനിക്ക് അനുഭവിക്കാൻ ഉള്ള ഒരു ഭാഗ്യം വന്നിട്ടുണ്ട്. എന്നാൽ അതേ മലയാളി കേരളത്തിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മളൊരു റെസ്റ്റോറൻറ്റിലോട്ട് കയറി ചെല്ലുകയാണെങ്കിൽ അവിടെ കുറച്ച് മലയാളികൾ ഇരിക്കുന്നു. അവർ തമ്മി പറയും, ആ സിനിമ മുകേഷ് വരുന്നുണ്ട്, മൈൻഡ് ചെയ്യരുതേ, പിന്നെ അവൻ്റെ ജാട കാണണം. ഇതെല്ലാം നമ്മൾ ഒരേ മലയാളികളാണ്. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, പല സന്ദർഭങ്ങളിലും മലയാളികളുടെ പെരുമ, മഹത്വം, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്നേഹവും നമ്മളെ രോമാഞ്ചമണിയിക്കുകയും അഭിമാന പുളകിതരാക്കുകയൊക്കെ ചെയ്യുന്ന മലയാളികളുടെ നേട്ടം പ്രതീക്ഷിക്കാത്ത ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പദവി അലങ്കരിക്കുന്നത് ഒരു മലയാളിയാണെന്നറിയുമ്പോൾ ഒരു മലയാളി എന്ന നിലയിലുള്ള നമ്മളുടെ സന്തോഷം. എന്നാൽ ചില സന്ദർഭങ്ങൾ മലയാളികൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. വേറൊന്നുമില്ല, അത് എവിടുന്നാണ് അതിൻ്റെ ഒരു ജീൻസ് വന്നെന്ന് എനിക്കറിഞ്ഞൂടാ. പറ്റിക്കപ്പെടാൻ ഇത്രയും വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ ആട് മാഞ്ചിയോ എന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിൽ പറ്റിച്ചിട്ട് പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു സൈഡിൽ ക്യൂ നിൽക്കുകയാണ് പൈസ നിക്ഷേപിക്കാൻ വേണ്ടി, പറ്റിക്കപ്പെടാൻ വേണ്ടി. അത് ഒരു വലിയ അത്ഭുതമാണ്. എന്തുകൊണ്ട് ആ ബുദ്ധി നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ലക്കി ഡിപ്പ്,
ഞാൻ ലോകത്തുള്ള പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. മലയാളികളുടെ ഇടയിൽ ഇത്രയും ആവേശത്തോടെ, വികാരത്തോടെ ഭാഗ്യക്കുറി നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഭാഗ്യക്കുറി. നമ്മൾ എടുത്തിരിക്കും, മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല, എടുത്തിരിക്കും. ഒരു ചെറിയ സമ്മാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായി സന്തോഷിക്കുന്ന മലയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കലാപരിപാടിയുമായിട്ട് ഞാൻ ഖത്തർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുന്നു. പരിപാടി ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഓഡിറ്റോറിയമാണ്. ഈ ഓഡിയൻസ് ഇറങ്ങിപ്പോയെങ്കിൽ മാത്രമേ കലാകാരന്മാർക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഒറ്റ വഴിയേ, വാതിലേ ഉള്ളൂ, സൈഡിൽ കൂടെ വാതിലില്ല. അപ്പം നമ്മളെല്ലാവരും ഓഡിയൻസ് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങേണ്ടത്. പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞു, അനൗൺസ് ചെയ്ത് എല്ലാവരെയും സന്തോഷം, നിങ്ങളുടെ സഹകരണത്തിന് നന്ദി, ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു, എല്ലാവർക്കും അറിയാം. പക്ഷേ ആരും അനങ്ങുന്നില്ല, എല്ലാവരും സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഭാരവാഹികളുടെ അടുത്ത് പറഞ്ഞു, അല്ല ഒന്നുകൂടെ നിങ്ങളൊന്നും അവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു, പരിപാടി കഴിഞ്ഞു, നമ്മൾ അവസാനത്തെ ഗാനം ആലപിച്ച് കഴിഞ്ഞു. അപ്പം ഭാരവാഹികൾ പറഞ്ഞു, അല്ല ചെറിയൊരു തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്? അത് ഇൻ്റർവെല്ലിന് ഒരു ലക്കി ഡിപ്പ് ഉണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തില്ല. ഒരു മനുഷ്യൻ അനങ്ങില്ല സാറേ, ആ ലക്കി ഡിപ്പ് എടുക്കാതെ. കോട്ടും പാൻറ്റും സൂട്ടൊക്കെ ഇട്ടിട്ട് ആൾക്കാരിയ്ക്കുകയാണ്, ലക്കി ഡിപ്പ് എടുത്തിട്ടുള്ള പോക്ക്. ഞാൻ വന്നിട്ട് ഭാരവാഹികൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിച്ചു, ഞാനിപ്പോൾ എടുക്കാം, മതി. ആരുമില്ല, ആർട്ടിസ്റ്റുകളെല്ലാം മേക്കപ്പ് അടിക്കുന്നു. എൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ ഭാര്യയുണ്ട്, ഭാര്യ എടുത്താൽ മതിയോ? മതി. അപ്പം ഞാനിങ്ങനെ കുലുക്കി. അപ്പോൾ ഭാര്യയും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഈ ഭാരവാഹികൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഭാര്യ കുലുക്കി, ഒരെണ്ണം എടുക്കുന്നു, ഒന്നാം സമ്മാനം ഭാര്യയ്ക്ക്. എല്ലാവരും കൈയടിച്ചു, ഭയങ്കര സന്തോഷമായി. ഗ്രീൻ റൂമിൽ വന്ന് പറഞ്ഞു, ഇറ്റ് വാസ് ഫാൻറ്റാസ്റ്റിക്, ദ വേ, ദ എക്സ്പ്രഷൻ, ദ ടൈം, ഓഹ് മൈ ഗോഡ്, വി വോണ്ട് ഫർഗെറ്റ് ദറ്റ് മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് മലയാളികളെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചു. നാട്ടിലായിരുന്നെങ്കിൽ ഭർത്താവ് കുലിക്കുന്നു, ഭാര്യ എടുക്കുന്നു, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട്, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് വരെ കേസ് വരേണ്ട കാര്യം. ഒന്ന് സംസ്ഥാനം വിട്ടപ്പോൾ ഏറ്റവും വലിയ ഹൃദയ വിശാലതയുള്ള മലയാളിയായി മാറുന്നു ആ മലയാളി തന്നെ. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. 2 പേരും വളർന്നു വരുന്ന പ്രായം. എനിക്കൊരു ജിജ്ഞാസ, അമ്മ തെലുങ്കാണ്, തെലുങ്കന്മാരുടെ സ്വഭാവമായിരിക്കുമോ മലയാളിയുടെ സ്വഭാവമായിരിക്കുമോ ഇവർക്ക് കൂടുതൽ? പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് ഇതിനായിട്ടും ഒരു മാർഗമില്ല. ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് മലയാളിത്വമാണോ കൂടുതൽ, തെലുങ്കത്വമാണോ കൂടുതലെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം കോഴിക്കോട്ട് നിന്ന് ഞാൻ ഓടിക്കുന്നു, ഇവന്മാർ 2 പേരും ഉണ്ട്, ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഇളയാൾ പറഞ്ഞു, എനിക്കൊരു പെപ്സി കുടിക്കണം. ഒരു കടയുടെ അവിടെ നിർത്തുന്നു, പെപ്സി കൊണ്ടുവന്ന് കുടിക്കുന്നു. കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടി വിട്ടു പോകുന്നു. ഏകദേശം ആലുവ അടുക്കാറായപ്പോൾ ഒരു നിലവിളിയാണ്. ഞാൻ ചോദിച്ചു, എന്താണ്? ബ്രേക്ക് ചവിട്ടി നിർത്തിയിട്ട്, എന്താണ് മോനെ എന്ന് പറഞ്ഞപ്പോൾ ഈ പെപ്സിയുടെ ഒരു ചെറിയ ഇത് ഇളക്കിയപ്പോൾ ഈ കുപ്പി കൊടുത്താൽ ഒരു പെപ്സി ഫ്രീ ആയിട്ട് കിട്ടും, ആ സ്ഥലത്ത് പോകണം. രണ്ടാമന്മാരും പറഞ്ഞു നോവേ. ഞാൻ പറഞ്ഞ് ഇത് ഇനി ഇത്രയും മണിക്കൂർ നമ്മൾ സഞ്ചരിക്കണം, നമുക്ക് പോകാൻ അങ്ങനെ സമയമില്ല. ഇവിടുന്നൊരു പെപ്സി, വേറെ പെപ്സി ഒന്നും വേണ്ട, എനിക്ക് ഈ പെപ്സി, ഈ സമ്മാനം കിട്ടിയ പെപ്സി വേണം. എനിക്ക് ദേഷ്യമൊന്നും വന്നില്ല, ഞാൻ ഉള്ളിൽ ചിരിക്കുകയാണ്. 2 മലയാളീസ്, എൻ്റെ 2 മലയാളി കുട്ടികളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം മലയാളത്തിനെ പറ്റി അങ്ങനെയുള്ളൊരു അഭിമാനമുണ്ട്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും നല്ല ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ കേട്ടത്, പ്രോഗ്രാം കഴിഞ്ഞ് മാത്രമേ ഡിന്നറുള്ളൂ. കാരണം ഡിന്നർ ഒരു വശത്ത് സെർവ് ചെയ്യുമ്പോൾ യേശുദാസിൻ്റെ ഗാനമേള പൊളിഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, അതും മറ്റൊരു മലയാളി.
അതുകൊണ്ട് അത് അങ്ങനെ എന്നാലും നമ്മൾ തടഞ്ഞു നിർത്തുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു ചെറിയ സംഭവം കൂടെ എൻ്റെ ജീവിതത്തിൽ നടന്ന് ഞാൻ വിവരിക്കാം. ചെറുതാണ്. ഷൊർണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഷൂട്ടിങ്ങിന് ചെല്ലുന്നു. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നായിക മലയാളിയാണ്, പക്ഷേ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ചെന്നൈ. മലയാളം കേട്ടാൽ മനസ്സിലാകും, പക്ഷേ സംസാരിക്കില്ല. ഡയലോഗെല്ലാം തമിഴിലും ഇംഗ്ലീഷിലുമെല്ലാം എഴുതി കാണാതെ പഠിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞു, അതായത് എന്തായാലും ഡയലോഗൊക്കെ പഠിച്ചു ഇങ്ങനെ പറയുന്നു, കുറച്ച് മലയാളം പഠിച്ചൂടെ? നിങ്ങളൊരു മലയാളിയാണല്ലോ, അച്ഛൻ അമ്മയും മലയാളിയാണ്, അവിടെ ജനിച്ച് വളർന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, വൈ ഷുഡ് ഐ? എനിവേ കേരള ഇസ് എ സ്മോൾ സ്റ്റേറ്റ്. ഞാൻ ഈ കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ തന്നെ എന്താ പ്രയോജനം? തെലുങ്കിലോ ഹിന്ദിയിലോ ഒക്കെ ആ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ വലിയ സ്കോപ്പുകളുണ്ട്. ഒരു മലയാളി എന്ന നിലയിൽ എനിക്കൊരു വിഷമം വന്നെങ്കിലും ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും പാർട്ടികളെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു, ഓണാഘോഷം എന്തായാലും നിങ്ങൾ ഷൂട്ടിംഗ് ഓണം കഴിഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ, ഓണാഘോഷം അടുത്ത ആഴ്ചയുണ്ട്, നായകനും നായികയും നിങ്ങളുടെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വരണം. അപ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം പഞ്ചായത്ത് പ്രസിഡൻറ്റ് വിചാരിച്ചാൽ പല പെർമിഷൻസും ഇല്ലാതാകും. അവർ സഹായിച്ചെങ്കിൽ മാത്രമേ ഷൂട്ടിംഗ് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മലയാളികൾക്കൊരു വലിയ വികാരമുണ്ട്. മലയാളിയാണെന്നറിയുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു രോമാഞ്ചമുണ്ടാകും. കുട്ടി ബേസിക്കലി മലയാളിയാണ്. ഒരു കാര്യം ചെയ്യാം, ആ ഓണാഘോഷത്തിന് നമ്മൾ പോയേ പറ്റത്തുള്ളൂ. ഞാനൊന്ന് എഴുതിത്തരാം, ഇംഗ്ലീഷിലോ തമിഴിലോ എങ്ങനെ വേണമെങ്കിലും എഴുതിക്കൂ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഷൊർണൂറുള്ള മലയാളികൾക്ക് മനസ്സിലാവും, അയ്യോ ഇവർ മലയാളിയായിരുന്നു. പിന്നെ കുട്ടിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. മാർക്കറ്റ് കയറും, റേറ്റ് കൂടും, പിടിവലിയായിരിക്കും. ആണോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അങ്ങനെ മലയാളി പെൺകുട്ടികൾ വന്ന് കയറിയിട്ടുള്ള മലയാളികളെല്ലാവരും മലയാളികൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് പ്രത്യേക വികാരമാണ്. അയ്യോ പ്ലീസ് റൈറ്റ് ആൻഡ് ഗിവ് മീ. അപ്പോൾ ഞാൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എഴുതി. ദിസ് ഇസ് ടു ലോങ്. ഞാൻ പറഞ്ഞു അത്രയും വേണം, ഇത് വെരി ഷോർട്ടാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹിന്ദിയിലും അല്ല ഇംഗ്ലീഷിലും തമിഴിലും എഴുതി. പിന്നെ ഈ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിത്തമാണ്. അപ്പം എല്ലാവർക്കും അത്ഭുതം, ഇതെന്താണ് ഡയലോഗാണോ? അല്ല, ഇത് വേറൊരു സംഭവമാണ്, മലയാളത്തിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ ദിവസം കഴിയുന്നു. അവസാനം ആ ദിവസം ആ രാവിലെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് മുകേഷ് സാർ പറയും മൈക്കിൽ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ റേറ്റ് കൂടും, എൻ്റെ മാർക്കറ്റ് കൂടും. തൻ്റെ മാർക്കറ്റ് കൂടണോ? താനിവിടെ സൂപ്പർ സ്റ്റാറായിട്ട് വരണോ? ഇത് പറഞ്ഞേ പറ്റൂ. ഓക്കെ. വരുന്നു, എല്ലാവരും ഇരിക്കുന്നു. ഈ കുട്ടിയെ വിളിക്കുന്നു, മൈക്കിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? ഞാനാണിതിൻ്റെ പിന്നിൽ. എന്നെ ഒന്ന് നോക്കി. ഞാൻ തട്ടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എല്ലാവർക്കും ആസ്മാസുകൾ, ഹൃദയവും ഇല്ല, ഓണവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. ആൾക്കാർ നോക്കി. കുറേ കൊല്ലം ഷൊർണൂർ എപ്പോൾ ചെന്നാലും അവിടുത്തെ ആൾക്കാർ പറയും, സാർ ആ കുട്ടി ഏത് രാജ്യക്കാരി, എന്ത് ഭാഷയാണെന്ന് പറഞ്ഞത്? നമ്മൾ മലയാളം ഒന്ന് പറയിപ്പിക്കാൻ നോക്കിയതിൻ്റെ ഒരു അനന്തര ഫലമാണ് കഥയുടെ സാരം. പണ്ടെല്ലാം ഞാൻ എൻ്റെ കൊച്ചിലെ അന്ന് പ്രവാസമെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വളരെ കുറവാണ്, ഗൾഫ് പോലും ഇല്ല. പ്രവാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലായി സ്റ്റീൽ പ്ലാന്റ്, ബോംബെ, ഡൽഹി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അവരെല്ലാം ലീവിന് നാട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ എൻ്റെ പ്രായത്തിലേക്കുള്ള കൊച്ചുകുട്ടികളെ കൊണ്ടുവരും. ഏറ്റവും വലിയ ക്രെഡിറ്റ് പറയുന്നത് മലയാളമേ അറിയില്ല, ഈ ഡസൻ നോ എ വേർഡ് ഓഫ് മലയാളം. അപ്പം നമ്മളെല്ലാം അത്ഭുതപ്പെടും, ദൈവമേ ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയില്ലല്ലോ.
ഒരക്ഷരം പോലും അറിഞ്ഞൂടാ, ഒൺലി ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ആ കാലം മാറി. ഇപ്പോൾ നമ്മൾ മലയാളം അറിയാമെന്ന് പറയുന്ന മലയാളികളുടെ വില നമ്മൾ സയൻറ്റിഫിക്കായിട്ട് തന്നെ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മാതൃഭാഷയാണ്. അത് തർജ്ജമ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ മാതൃഭാഷയിലുള്ള സ്വാധീനം തന്നെയാണ് നമ്മളെ ചിന്തിക്കാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനുമൊക്കെ വലിയ ഊർജം നൽകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പെട്ടെന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ അത് ഒരു വലിയ ആവശ്യമാണ് നമ്മളുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക്. വീട്ടിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളെന്ന് വ്യക്തമായി പറയുമ്പോൾ കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും മലയാളത്തെ വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് വളരെ സന്തോഷത്തോട് പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത്, നമ്മളെല്ലാവരും ഉണ്ടെങ്കിലും നിറഞ്ഞു നിൽക്കുന്നത് ബാബു സ്റ്റീഫനാണ്. അദ്ദേഹം ഇവിടെ ഫൊക്കാനയ്ക്ക് വേണ്ടി ചെയ്ത, മലയാളികൾക്ക് വേണ്ടി ചെയ്ത, ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ആലോചിക്കുകയായിരുന്നു, ചില സ്കൂളുകൾ ഇങ്ങനെ ഒരു ഗുണവുമില്ലാതെ കിടക്കും, ചില കോളേജുകൾ കിടക്കും. പെട്ടെന്ന് ഇവിടെ ഒരു ഹെഡ് മാസ്റ്റർ വരും. സ്കൂളൊരു കയറ്റമുണ്ട്, ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി പിന്നീട് ആ സ്കൂളിനെ പിടിച്ചാൽ കിട്ടത്തില്ല, കോളേജിനെ പിടിച്ചാൽ കിട്ടത്തില്ല. ആ ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യൻ ആ തരത്തിലുള്ള വിഷനറിയായിട്ട് വന്നു കഴിഞ്ഞാൽ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു സംസ്ഥാനവും ഒരു രാജ്യവുമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് ഫൊക്കാനയ്ക്ക് ഈ 2 കൊല്ലമായിട്ട് കേരളത്തിൻ്റെ ഒരു വലിയ സംസാര വിഷയം. പലരും ഫൊക്കാന അറിയുന്നു, അത്രമാത്രം സാധാരണ ജനങ്ങളിലേക്ക് വീട് വെച്ച് കൊടുക്കുന്നതായാലും എന്താണെങ്കിലും ശരി, ആ ഒരു ഓർഗനൈസേഷൻ വളർന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഞാൻ സഹോദരനെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രീ ബാബു സ്റ്റീഫൻ, മുൻ അംബാസഡർ പറഞ്ഞതുപോലെ ഒരു ചെറിയ പുനർചിന്തനം നടത്തിയാൽ നന്നായിരിക്കും എന്നും കൂടെ പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഇത്രയും നേരം വിശപ്പ് മറന്ന് നല്ല നർമ്മരസത്തോടു കൂടി ഉള്ളതായ ഒരു പ്രസംഗം കേൾക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചതിൽ ശ്രീ മുകേഷിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ നാഷണൽ ആന്തമാണ്. അതിന് ശ്രീവിദ്യ രാമചന്ദ്രനെയും ബ്രിജിറ്റ് ജോർജിനെയും വിളിക്കുന്നതിന് മുൻപായിട്ട് അതിന് ശേഷം നടക്കാൻ പോകുന്നതായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ ഒരു ഇവൻ്റാണ്. അതുകൊണ്ട് നാഷണൽ ആന്തം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആരും പോകരുത് കേട്ടോ. കാരണം നമുക്ക് ലാമ്പ് ലൈറ്റിംഗ് സെറിമണി ഉണ്ട്, അതിനുശേഷം മാത്രമേ പോകാവൂ. അതുപോലെ ഒരറിയിപ്പ് കൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഇന്നത്തെ നമ്മുടെ ഡിന്നറിന് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൂപ്പൺസ് നിങ്ങളവിടെ കാണിച്ചിരിക്കണം. അതുപോലെ അവിടെ നിന്ന് നിങ്ങൾ പ്ലേറ്റ് എടുത്തതായ ശേഷം അവിടെ 7 സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. ഈ 7 സ്റ്റേഷൻസിലും ഒരേപോലത്തെ ഫുഡായിരിക്കും സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ബി മൈൻഡ്ഫുൾ ഓഫ് വെയർ യു ആർ. ദർ ഇസ് നോ നീഡ് ടു റഷ് ഫോർ എനിത്തിങ്. We have plenty food to give to everyone this evening. അതിന് മുമ്പായിട്ട് എൻ്റെ പേര് നീന ഈപ്പൻ. നിങ്ങൾക്കെല്ലാവർക്കും ഫോക്കാനയുടെ പേരിൽ നന്ദി. ഇത്രയും നേരം ശ്രദ്ധിച്ച് ഇത്രയും ക്ഷമയോടുകൂടി ഇവിടെ ഇരുന്നതിന് ഫോക്കാനയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമയത്ത് നാഷണൽ ആന്തത്തിനായിട്ട് ശ്രീവിദ്യ രാമചന്ദ്രനെയും ബ്രിജിറ്റ് ജോർജിനെയും സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. Please rise for the national anthem.
जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाए तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Thank you. I now invite the members of the executive committee and all the dignitaries to the stage for the lamp lighting ceremony. Association, Kerala Cultural Society of Metropolitan Washington, Kerala Association of Greater Washington, Richmond Gramam, Kairali of Baltimore. Thank you to all the association for the support.
and thank you to all of you for your support for the program. So ഇനിയും നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് സെയിം ലോക്കൽ അസോസിയേഷൻസ് ഒരുക്കിയിരിക്കുന്നത്, വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ്. സോ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. താങ്ക് യു. ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവരും ഇതുവരെ എൻജോയ് ചെയ്തോ? ഇത്ര ഒച്ചയിലൊന്നും പറഞ്ഞാൽ പറയാം, നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടല്ലേ എല്ലാവരും വന്നേ? എല്ലാവരും പ്രോഗ്രാം എൻജോയ് ചെയ്തോ? ഫുഡ് എൻജോയ് ചെയ്തോ? നല്ലോണം. അപ്പോൾ ഇത്രയും എനർജി പോരാ. നമ്മുടെ പെർഫോമൻസ് വരുമ്പോൾ എല്ലാ ലോക്കൽ ആർട്ടിസ്റ്റിനെയൊക്കെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. കൈയടിച്ച് അവരെയൊക്കെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉഷാറായിട്ട് കളിക്കുള്ളൂ. സോ ഇന്നത്തെ പരിപാടി ഇത് കൾച്ചറൽ കമ്മിറ്റി ലെഡ് ബൈ ബീന ടോമി, സുരേഷ് നായർ, പ്രീതി സുധ, ഡോക്ടർ അൽഫോൻസ റഹ്മാൻ, ജോസ്നി ചാക്കോ, നീമ അസ്നാർ ആൻഡ് ശാരിക നായർ. ഇവരുണ്ടല്ലോ നല്ല കുറേ മാസങ്ങളായിട്ട് നല്ല ഉഗ്രം പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുകയായിരുന്നു. അങ്ങനെ നല്ലൊരു പരിപാടിയാണ് ഇന്ന് വൈകുന്നേരം നമ്മളിവിടെ കാഴ്ചവെക്കാൻ പോണത്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. മഞ്ഞു പുതച്ച സഹ്യസാനുവിൻ്റെയും നീലാഭയാർന്ന സാഗരത്തിൻ്റെയും ഇടയിൽ കേരവൃക്ഷങ്ങളാൽ പച്ച പുതയ്ക്കപ്പെട്ട് കിടക്കുന്ന നമ്മുടെ കൊച്ചു കേരള നാടിൻ്റെ സൗന്ദര്യത്തെ ഒപ്പിയെടുത്ത് മനോഹരമായ ഒരു കോറിയോഗ്രഫിയാണ് ഇന്നത്തെ ആദ്യത്തെ ഡാൻസ്. ആദ്യത്തെ ഡാൻസ് ഇവിടെ പെർഫോം ചെയ്യാൻ പോണത് പ്രോഗ്രാമിൻ്റെ പേര് കേരളീയം ബൈ നളന്ദ നടന കലാക്ഷേത്ര. അപ്പോൾ നല്ലൊരു കൈയടി. ആൻഡ് ലെറ്റ്സ് വെൽക്കം നളന്ദ നടന കലാക്ഷേത്ര ടീം ടു പെർഫോം കേരളീയം. ചക്രവാളങ്ങൾക്കപ്പുറത്തെഴും ചിത്രവർണ്ണങ്ങളാകവേ, ചക്രവാളങ്ങൾക്കപ്പുറത്തെഴും ചിത്രവർണ്ണങ്ങളാകവേ, ആനയിക്കുമീ ജാലകത്തിലൂടായിരം സുസ്വരങ്ങളെ, നീലവാനിന്നു കീഴിലായി അലയാഴി തൻ തീരഭൂവിലായി ജാലകം തുറന്നിടുക മലയാളമാം ദൃശ്യചാരുതേ, മലയാളമാം ദൃശ്യചാരുതേ, മലയാളമാം ദൃശ്യചാരുതേ, മലയാളം 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 മലയാളം
കേരളം കേരകേദാരം സുന്ദരം അതിസുന്ദരം ഈ സ്നേഹസോപാനം കേരളം കേരളം കേരകേദാരം സുന്ദരം അതിസുന്ദരം ഈ സ്നേഹസോപാനം വീരപ്പഴശ്ശിയും വേലുത്തമ്പിയും വാണതീ ദേശം പണ്ടു തുഞ്ചനും കുഞ്ചനും പിറന്നൊരീ ദേശം മനസാകെയൊന്നായൊരു വിടുന്നത് മധുര മലയാളം കേരളം കേരളം കേരകേദാരം സുന്ദരം അതിസുന്ദരം ഈ സ്നേഹസോപാനം കാക്കപ്പൂവിന് കാതിലിടാനൊരു കുണക്ക് തീർക്കണ വെയില് തന്നനാരേ താനാനാരേ തന്നനാരേ
So one more round of big round of applause for Kerala team. നിങ്ങൾ എല്ലാവരും കേരളത്തിലേക്ക് പോയ മാതിരി തോന്നിയില്ലേ? കൊച്ചു കേരളത്തിലേക്ക് യാത്ര ചെയ്തോ? Okay. Next we have another classical dance, Swagatam Krishna. It's a popular devotional song composed by renowned Carnatic musician Uthukada Venkata Kavi. It welcomes Lord Krishna, celebrating his divine presence and enchanting qualities. The dance will be performed by students of Nritya Shala School of Indian Dance, founded and directed by Guru Srimati Janaki Shivaraman, serving the Baltimore and Washington communities since 1986. Dancers are Vaishnavi Nair, Sitara Chakkamadathil, Aditi Katragunda, Navika Shankar and Himani Shah. Welcome to the Swagatam Krishna dance performers on stage. ಕುಂತನ ಕಿಟತ ಕದೀಂ ತಕತರಿ ಕುಂತನ ಕಿಟತ ಕದೀಂ ತಕತರಿ ಕುಂತನ ಕಿಟತ ಕದೀಂ ಸ್ವಾಗತಂ ಕೃಷ್ಣ ಶರಣಾಗತಂ ಕೃಷ್ಣ स्वागतं कृष्ण शरणागतं कृष्ण मधुरापुरि सदना मृदुवदना मधुसूदना इह स्वागतं कृष्ण शरणागतं कृष्ण मधुरापुरि सदना मृदुवदना मधुसूदना इह स्वागतं कृष्ण शरणागतं कृष्ण मधुसूदना मुष्टिकासुर चानूर मल्ल मल्ल विशारद कुवलय पीठ मर्दन कलिंग नर्तन गोकुल रक्ष
सकल सुलक्षण देवा मर्दन कलिंग नर्तन वपुर रक्षण सकल सुलक्षण देवा शिष्ट जनपाल संकल्प कल्प कल्प शतकोटि असम पराभव धीर मुनि जन विहार मदन सुकुमार दैत्य संहार देवा धीर मुनि जन विहार मदन सुकुमार दैत्य संहार देवा मधुर मधुर रति साहस साहस ब्रज युवती जन मानस पूजित मधुर मधुर रति साहस साहस ब्रज युवती जन मानस पूजित शरणागतं कृष्ण स्वागतं कृष्ण कृष्ण शरणागतं कृष्ण स्वागतं कृष्ण कृष्णागतं कृष्ण स्वागतं कृष्ण शरणागतं कृष्ण स्वागतं कृष्ण शरणागतं कृष्ण What an excellent performance. One more round of applause, please. Okay. ഇപ്പോൾ ഒരു സെമി ക്ലാസിക്കലും ക്ലാസിക്കലും ഡാൻസ് നമ്മൾ കണ്ടു. നമുക്കിനി ഒരു അടിപൊളി ഡാൻസ് കണ്ടാലോ? ലെറ്റ്സ് മീറ്റ് ചെസ്റ്റർ വാസീസ്. They are an energetic fusion team that brings together the cultural heritage of Kerala with modern and Indian dance styles. They are thrilled to present a special performance inspired by our beloved Malayalam movies. ഏത് മൂവീസാണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂവി ആട്ടോ. ഇൻ ഹരിഹർ നഗർ ആൻഡ് ആവേശം. Their choreography highlights the unique storytelling, vibrant spirit of Malayalam. അതിൻ്റെ അമ്മേ, അപ്പം ഞാനിനി ഒന്നും പറയാനില്ല. നമുക്ക് അടിച്ചു പൊളി ഒരു എനർജറ്റിക് പെർഫോമൻസ് ആയി ദ ചെസ്റ്റർ വാസീസ് കം ടു ദ സ്റ്റേജ്. ഗോവിന്ദൻകുട്ടി, തോമസ് കുട്ടി, മഹാദേവൻ, അപ്പുക്കുട്ടൻ. അതെ, എന്താ പരിപാടി? കുറയണം. ഈ 10 ദിവസം കൊണ്ട് നമ്മൾ 10 വയസ്സ് കുറയണം. എന്ന് വെച്ചാ 10 കൊല്ലം നമ്മൾ പുറകോട്ട് നടക്കണം. അയ്യോ, അതൊക്കെ റിസ്ക് അല്ലേ? ഒന്നും മിണ്ടാതിരിക്കടാ. ഇനി ഈ 10 ദിവസം നമ്മൾ ഫ്രീ ബേർഡ്സ് ആണ്, ബാച്ചിലേഴ്സ് ആണ്. ഈ നിമിഷം മുതൽ ഹരിഹർ നഗറിലെ പഴയ മഹാദേവനും ഗോവിന്ദൻകുട്ടിയും അപ്പുക്കുട്ടനും തോമസ് കുട്ടിയെക്കാട്ട് മാറണം. നമ്മൾ അടിച്ചു പൊളിക്കണം. പഴയ പോലെ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. എന്താ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ? നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ലുമിനുങ്ങി കല്യാണ ചെമ്പൊന്നിൻ താലികിലുങ്ങി കല്ലിപ്പൂലോലാക്കിൻ ചേലുകിണുങ്ങി ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ
മൂക്കുത്തി കല്ലു മിനുങ്ങി ഇനിയും വരാത്തതെന്തേ എന്തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എന്തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ചുണ്ടത്ത് ചെത്തിപ്പൂ ചുണ്ടു വിരിഞ്ഞു മൂക്കുത്തി കല്ലു മിനുങ്ങി ഇനിയും വരാത്തതെന്തേ എന്തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എന്തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. നിക്ക്, നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റുപോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ പുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ല്. എന്റെ അമ്മയെ നാട്ടിച്ച്. ഇന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. എന്താടാ നിനക്ക് ബോറടിച്ച? നിനക്ക് മാസാണ് വേണ്ടത്. ഷളേ എടാ മോനെ, രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. വെൽക്കം ടു മർണക്കിണർ ട്രപ്പീസ്. കുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ. സർക്കസ് ആരംഭം, സകലകല അഭ്യാസം, സിറയിലുള്ള ആനന്ദം, നടക്കപ്പോറൻ ഭൂകമ്പം. മോനെ അമ്മാൻ ആണോ? അമ്മ എല്ലാത്തിനും പറഞ്ഞു. എന്റെ അമ്മമ്മമ്മോ, ഇതൊന്ന് പോരാട്ടോ, കുറച്ചുകൂടി അടിപൊളി പെർഫോമൻസ്. ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ അസോസിയേഷൻസ് ആയ ഗ്രാമം റിച്ച്മണ്ട്, കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടൺ, കേരള കൾച്ചറൽ സൊസൈറ്റി ഓഫ് മെട്രോപൊളിറ്റൻ വാഷിംഗ്ടൺ ആൻഡ് കൈറലി ഓഫ് ബാൾട്ടിമോറിന്റെ ടാലൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഓൾ ദ ലോക്കൽ അസോസിയേഷൻസ്. ഇനി നമുക്ക് ഒരു കൊച്ചു കുട്ടികളുടെ ഒരു പ്രോഗ്രാമാണ് അടുത്ത ഡാൻസ് പ്രോഗ്രാം. ഇറ്റ്സ് എ ഗർബ ഡാൻസ്. Please join us in celebrating the vibrant spirit of Garba dance. Our talented group of little dancers is about to transport you to a festive world with their energetic and graceful performance. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ചെറിയ കയ്യടി ഒന്നും പോരാ, വലിയൊരു കയ്യടിയായിട്ട് let's invite the Garba performers on stage. ചീറ്റി പോയി ഒന്നും കൂടി. ആ കുട്ടികൾ വരില്ല അല്ലെങ്കിൽ
There you go, the little beautiful kids on stage. डमरू वाग्या ने मान मेड़ा वाग्या पावाना डोंगरे मेड़ा वाग्या डाकला वाग्याचा मुंड मना छोटिले डाकला वाग्या छोटिले डाकला वाग्याचा मुंड मना छोटिले डाकला वाग्या हे डाकने डमरू माड़ी हर दम वागे डाकने डमरू माड़ी है मां डाकने डमरू माड़ी हर दम वागे पुतळा जाय बदा भाग्याचा मुंड मना छोटिले डाकला वाग्या हे छोटिले डाकला वाग्याचा मुंड मना छोटिले डाकला वाग्या बम પાંજરો પહોળું થયું વાગ્યો રે ઢોલ બાઈ વાગ્યો રે ઢોલ મારા મીઠાના રણમાં વાગ્યો રે ઢોલ રમવાયાવો માડી રમવાયાવો આજ માત મેલડી રમવાયાવો That was a very sweet performance by our little dancers. A big round of applause again. അടുത്ത പ്രോഗ്രാമിനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ കൾച്ചറൽ കമ്മിറ്റിയിലെ നീമേനെ വിളിക്കുകയാണ്. കാരണം എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. അടുത്ത പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ ചെയ്തിട്ട് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് അവരെ വായിച്ചു കഴിഞ്ഞപ്പം. അപ്പം നീമ, ഇപ്പോഴത്തെ പാട്ടുകളെക്കുറിച്ച് എന്താ അഭിപ്രായം?
ഈ ന്യൂ ജനറേഷൻ സോങ്സ് ഉണ്ടല്ലോ, എന്താണ് അഭിപ്രായം? ഇപ്പോഴത്തെ പാട്ടുകൾ അടിപൊളിയല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പാട്ടുകളിലാണ് കൂടുതൽ ഡാൻസ് കളിക്കാനും ഒക്കെ എല്ലാവർക്കും പറ്റുന്നതെന്ന് അല്ലേ? സുഷ്മയ്ക്ക് എന്താ തോന്നുന്നു? അതെന്താ, പഴയ പാട്ടൊന്നും പറ്റില്ലേ? എന്താ നിങ്ങൾക്ക് തോന്നണം? 90s പാട്ടൊക്കെ എന്ത് അടിപൊളിയാ അല്ലേ? 90s പാട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഉണ്ട് ഇവിടെ. ആ, അപ്പം 90s പാട്ടും അടിപൊളിയാ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 90s ആണോ ന്യൂജൻ ആണോ ബെറ്റർ എന്ന് നോക്കാം. എന്തു പറയണു? പോരാ, കൂവലൊന്നും പോരാ. ഉറക്കം വന്നു തുടങ്ങി, എല്ലാവർക്കും ഉറക്കം വന്നു തുടങ്ങി. അതുകൊണ്ട് ഒരു എനർജറ്റിക് പെർഫോമൻസ് നിങ്ങളെയൊക്കെ ഉണർത്തും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, നമുക്കിത് കഴിഞ്ഞിട്ടൊരു തീരുമാനം എടുക്കാം. ഒരു തീരുമാനത്തിൽ എത്തണം. യെസ്, ഓക്കെ, ലെറ്റ്സ് ബ്രിങ് ദ ടീം റിഥം ഫ്രം ഗ്രാമം അസോസിയേഷൻ. എടം മോണെ, രംഗണ്ണാടെ പാട്ട് കേട്ടോ? മാസ് എന്ന് വെച്ചാൽ മരണ മാസ്. കേട്ടാ തന്നെ ഡാൻസ് ചെയ്ത് തോന്നും. കിട്ടു ഫീൽ അല്ലേ? എന്ത് ഫീല്? ഡാൻസ് കളിക്കാനാണെങ്കിൽ അതൊക്കെ 90s നമ്മുടെ ലാലേട്ടൻ്റെ ക്ലാസ്സിക്. അയ്യേ, അതൊന്നും ഈ ന്യൂജൻ പാട്ടുകളുടെ അത്രയ്ക്കൊരു വൈബ്സ് ഒന്നുമില്ല. വൈബ് പഴയ പാട്ടിന്. പിന്നെ എങ്കിൽ നമുക്കൊരു കൈ നോക്കിയാലോ? നോക്കാലോ. ഓഹോ, ജോൺസൺ ചേട്ടാ, ആ ട്രാക്ക് മാറ്റി. മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പി
ராஜாவுக்கு எல்லாரும் சொல்ல இவனை தொழுவானா என்னும் ஜனத்திடக்க காலம் எடுத்து வச்சால் சொர்க்கம் போலும் மன்னர் கொள்க எல்லும் மினாக்கி எல்லும் மினாக்கி அண்ணன் தனி நாடன் கொல மல்லும் மினாக்கி எல்லும் மினாக்கி எல்லும் மினாக்கி அண்ணன் தனி நாடன் கொல மல்லும் மினாக்கி ധില്ലം ധില്ലം ധളങ്കണക്ക ചെണ്ടമൃതങ്ങം ഏലേക്കാവിൽ പൂരക്കാവടി വീലി കോലടി പാണ്ടിപ്പടയണി മേളം ഓ കാവടി മേളം കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പൂവിലുണ്ടേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പൂവിലുണ്ടേ സതിരുണ്ടേ നാക്കില്ല മൂക്കില്ല വായില്ല കുഞ്ഞിലെ ഭുജിപ്പിറാന്തിക്ക് ദേവാരത്തിനും തൈമാസത്തിലെ കല്യാണത്തിനും കറുകറുകെ കറുത്ത മുത്തോളം ജാമേ വൈതെടുക്കിന് അങ്കമെട് തട്ടാൻ ചക്ക മാരിയമ്മൻ കുടമെട് കുടമെട് ഹേ ധളങ്കണക്ക ഹേ ധളങ്കണക്ക ഹേ ധളങ്കണക്ക ധില്ലം ധില്ലം ധളങ്കണക്ക ചെണ്ടമൃതങ്ങം മേലേക്കാവിൽ പൂരക്കാവടി വീലി കോലടി പാണ്ടിപ്പടയണി മേളം ഓ കാവടി മേളം ഓ ഓ കാവടി മേളം ഓ കാവടി മേളം എങ്ങനെയുണ്ട്? എന്തെങ്ങനെ ഉണ്ടെന്ന്? ന്യൂജൻ ഡാൻസ് പൊളിയല്ലേ ബ്രോ? അതെന്താ 90s അത്ര മോശമാണോ? ന്യൂജൻ ഡാൻസിന് അത്രയൊന്നും പോരാ. അയ്യടാ, ഞങ്ങളാണ് മാസ്. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചു നോക്കാം. 90s ആണെങ്കിലും ന്യൂജൻ ആണെങ്കിലും മലയാളി പൊളിയല്ലേ? മലയാളി വന്നടാ, ആർപ്പ് വിളിക്കടാ. സീൻ മാറി സൗച്ചടിൽ തീ പാറി പണ്ട് ഞങ്ങൾ പൊള്ളിയാണ് കഴിവിന്റെ പേമാരി. മലയാള സിനിമകൾ ഇൻഡസ്ട്രിയുടെ ഗതി മാറ്റി നെറ്റ്ഫ്ലിക്സിൽ പടം കണ്ട് നിന്റെയൊക്കെ കിളി മാറി. തോട്ടങ്ങൾ ലെഗസി 10% ലിറ്ററസി, ശശി തരൂരിന്റെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി, ഓസ്കാർ കൊണ്ടെന്ന് റസൂല് പൂക്കുട്ടി, നെഞ്ചിൽ കുടി കൊള്ളുന്നു മോഹൻലാൽ മമ്മൂട്ടി. എവിടെ പോയാലും ഞാൻ മിണ്ടും മലയാളത്തിൽ, പൊറോട്ടയും ബീഫും ഞാൻ തിന്നും അധികാലത്ത്. മുണ്ടും മാടിക്കെട്ടി ചെണ്ട താളം കൊട്ടി കൊട്ടിക്കേറ് പഞ്ചവാദ്യം, കളരി പയ്യറ്റിൽ അങ്കമാദ്യം, കഥകളിയുടെ വൃന്ദവാദ്യം, എത്തിത്താരാതെ വള്ളംകളിയുടെ ചൊല്ല്, വെക്കിട്ടേറാൻ വന്നാൽ മുറുകും നാടൻ തല്ല്. തമിഴെണ്ണ ചമ്പീട, തെലുഗു മച്ചമ്പീട, ബാംഗ്ലൂർ ഗല്ലിന്റെ ബോയ്സ് എല്ലാം മല്ലൂടെ സൗത്ത് സൈഡ് ഇസ് സ്ട്രോങ് ബോയ്. കലക്ക് കലക്ക് തെറിക്ക് തെറിക്ക് പറക്ക് പറക്ക് നോക്ക് നമ്മ സ്റ്റോറീസ്. കേട്ട് നോക്ക് നമ്മ സ്റ്റോറീസ്. അപ്പോൾ 90s ആണോ ന്യൂജൻ ആണോ നല്ലതെന്ന് ഒരു തീരുമാനമായല്ലോ. എന്തായാലും നമ്മൾ മലയാളികൾ പൊളിയാം. അങ്ങനെ പലതരം ഡാൻസുകളുണ്ട്. ഇനി ഒരു അടിപൊളി പാട്ടായാലോ? പാടുന്നത് സുഷമ പ്രവീൺ is a singer, dancer and choreographer residing in Virginia with her husband and 2 children. Sushama has performed in numerous public shows and music concerts both in Kerala and the US, notable being duets and stage performance with eminent singers like Sri K.J. Yeshudas, Sri G. Venugopal, Sri Biju Narayan,
and Sri Franco Simon. She has also performed on stage under the direction of music director Sri Jerry Amalte and has been part of 3 music albums in Tamil and Malayalam. She currently holds the position of the President of Kerala Association of Greater Washington. Today she is singing a Tamil song from the movie Punnakai Mannan. Welcome Sushma. ഞാൻ തന്നെയാണ് കേട്ടോ സുഷ്മ പ്രവീൺ. എൻ്റെ കോമഡിയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇനി ഒരു പാട്ട് കേൾക്കാം. എല്ലാവരും ഓക്കെ അല്ലേ? താങ്ക് യു. വാൻമേഘം പൂപ്പൂവായി തൂവും ദേഹമെന്നവാകും ഇൻപமாக നോകും മഴത്തുള്ളി തെറിത്തത് எனக்குள்ளே குளித்தது நினைக்கது பறித்தது குடை கம்பி துளித்தது வானம் முத்துக்கள் சிந்தி வாழ்க என்றது காதல் வென்றது மேகம் வந்தது பூத்து சிந்தது ஆளுமில்லை சீர்த்தெடுக்க நூலுமில்லை கொத்தெடுக்கவா மேகம் பூவாய் தூவும் தேகமென்னவாகும் இன்பமான நோகும் വാനിലേ വാനിലേ നീരിൻ തോരണങ്ങളോ എൻ മനം പൊങ്കുതേ என்ன காரணங்களோ அவன் விழி அசைந்தது இவள் மனம் அசைந்ததோ தளிக்கரம் பிடிக்கையில் மலர் கொடி சிலிர்த்ததோ சாலை எங்கும் இங்கே சங்கீத மேடையானதோ ஆடை பாடதோ தூரல் போடதோ தூகையாடதோ பூமி எங்கும் கவியரங்கம் சாரல் பாடும் ஜலதரங்கமா மேகம் பூவாய் தூவும் தேகமென்னவாகும் இன்பமாக நோகும் மழை துள்ளி தெரித்தது எனக்குள்ளே குளித்தது நினைத்தது பலித்தது குடை கம்பி தளித்தது வானம் முத்துக்கள் சிந்தி வாழ்க என்றது காதல் என்றது மேகம் வந்தது பூத்து சிந்தது ஆளுமில்லை சேர்த்தெடுக்க நூலுமில்லை கொத்தெடுக்கவா மேகம் பூவாய் தூகும் தேகமென்னவாகும் இன்பமாக நோகும். താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, തമിഴ് പാട്ട് ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി ഒരു ബോളിവുഡ് മെഡ്ലേ ആണ്. ജോയിൻ us
for an exhilarating performance that blends the vibrant energy of Bollywood and the soulful rhythms of Mollywood. അപ്പോൾ ബോളിവുഡ് മാത്രമല്ല കേട്ടോ, മലയാളം പാട്ടുകളോട് കോർത്തിണക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ്. Talented ladies are full of passion will take you on a captivating journey. Let's invite the next team, the Bollywood medley team, on stage. Are you ready? Are you ready? There you go. Come on ladies, let's rock the stage. चाकू की नोक पर मेरा चैन वैन सब उजड़ा, जालिम नजर हटा ले। मेरा चैन वैन सब उजड़ा, जालिम नजर हटा ले। बर्बाद हो रहे हैं जी, बर्बाद हो रहे हैं जी तेरे अपने शहर वाले। मेरा चैन वैन सब उजड़ा, जालिम नजर हटा ले। बर्बाद हो रहे हैं जी तेरे अपने शहर वाले। हो मेरी अंगड़ाई ना टूटे तू आजा, मेरी अंगड़ाई ना टूटे तू आजा। कजरा रे कजरा रे कजरा रे तेरे कारे कारे नैना। कजरा रे तेरे कारे कारे नैना। ओ कजरा रे तेरे कारे कारे नैना। कजरा रे तेरे कारे कारे नैना। हो मेरे नैना जुड़वा नैना। ओ कजरा रे तेरे कारे कारे नैना। ലത്തിരി പുത്തിരി കത്തിച്ചു കൽവിലെ തേനലിക്കണ രാവ്. രാവിന്റെ ചോട്ടിലെ മുത്തഴകത്തൊരു മാല ചുടണ റോള്. മരന്റെ കൽവിലെ ആനന്ദം മുത്തുന്ന ചെഞ്ചെറു മുഞ്ചുള്ള നാള്. ഓളുന്ന പത്ത് കിതാബിന്റെ ചുട്ടില് ഓനെഴുതുന്നൊരു രാവ്. രാവോളാണേ രാവോനാണേ ഇൻസന്നൂരിൽ നിന്നോരാണേ. ഓരോരുത്തരും ആലങ്ങളിൽ നാനാതരം. തഞ്ചത്തില് താളത്തില് കാനൂത്തിന് പാടുന്നൊരു ഓളത്തില് കൂട്ടാകിട്ടാടാനയാളുണ്ടോ. ഓളിന്നോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇനിയുള്ളൊരു കാലത്ത് കാണാലോ ബാക്കിയുള്ളത്. Okay. Hey. Okay. Boy, you're a banger. Malabari ganger. Emmachara kitti boy kambu chulli manam. Petti putti kattichittu 5-10 maangum. Then I gotta begin boy kannum putti paadum. This the brown color chip. Maapila drip. Right from the top boy that legit. Where's the chain on your neck boy? Coffee right in. Just in case when you hit boy got legit. Hey. അങ്ങനെ അർബൻ റോക്കേഴ്സ് റോക്ക് ചെയ്തില്ലേ? നല്ല ഉഗ്രൻ ഡാൻസ് ആയിരുന്നു അർബൻ റോക്കേഴ്സ്. ബ്യൂട്ടിഫുൾ ഡാൻസ്, കൺഗ്രാറ്റുലേഷൻ. ഇനി അടുത്തത് വീണ്ടും ഒരു നല്ലൊരു പാട്ടാണ്. ചിത്ര ചേച്ചിയുടെ വളരെ മനോഹരമായ ഒരു അവാർഡ് വിന്നിംഗ് സോങ് ആണ് നമുക്ക് വേണ്ടി ഇവിടെ പാടാൻ വരുന്നത്.
ഇവിടെ ലോക്കൽ കൈരളി ബാൾട്ടിമോർ എല്ലാ ഏരിയയിലും നല്ലോണം പരിചയമുള്ള ഒരു ബ്യൂട്ടിഫുൾ സിംഗർ. ഐ എം ഇൻവൈറ്റിംഗ് ലിജി തോമസ് ടു ദ സ്റ്റേജ് ടു സിംഗ്. നിങ്ങൾക്ക് ഏത് പാട്ടായിരിക്കും? ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടോ? Guess the song. It's Chitra Chechi's award-winning song. There you go. Raja Hamsame by Liji Thomas. Hello, check. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? ഇവിടെ എൻ്റെ സ്നേഹഗായകൻ രാജഹംസമേ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ? ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ? എന്റെ ആത്മരാഗം കേട്ടു നിന്നുവോ? വരുമെന്നൊരു പൊറിമാനം തന്നുവോ? നാഥൻ വരുമോ പറയൂ? രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? ആ
Thank you. That was so beautiful. Such a melodious song, such a melodious voice. One more round of applause for Liji. Okay, നമ്മൾ മലയാളം നമ്മൾ തമിഴ് മലയാളം ഹിന്ദി ഇനിയിപ്പോൾ ഒന്നുമില്ല, എന്തൊക്കെയാണ് ചെയ്തത്, എന്നാലും വിട്ടുകൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. മലയാളികൾ പൊളിയാണ്. എന്താണെന്നറിയോ, അടുത്ത പരിപാടി വരുന്നുണ്ട്, സൗത്ത് ഇന്ത്യൻ മെഡ്ലെ എന്ന് വെച്ചാൽ തെലുഗും കൂടി കൂട്ടി കലർത്തിയ ഒരു പരിപാടി. കം ഓൺ മലബാർ ക്വീൻസ് ഫ്രം കൈലി ഓഫ് ബാൾട്ടിമോർ. മലബാർ ക്വീൻസ് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ലാംഗ്വേജസും കൂട്ടി കലർത്തിയിട്ടുള്ള അടുത്ത പരിപാടി. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഗൈസ്, കം ഓൺ. The night is still young. ചിതച്ചിത്തും കാറ്റേ കൊതിച്ചു പൂങ്കാറ്റേ മണിത്തുമ്പപ്പൂവിൻ തേനും തായോ ചിതച്ചിത്തും കാറ്റേ കൊതിച്ചു പൂങ്കാറ്റേ ചിഞ്ചക ചക്കം ചക്കം ചിഞ്ചക ചക്കം മണിത്തുമ്പപ്പൂവിൻ തേനും തായോ ചിഞ്ചക ചക്കം ചക്കം ചിഞ്ചക ചക്കം ഓലോലം തുടിച്ചു പാടാം ഓലക്കം മതിച്ച നാടാം മാണിക്കച്ചിറകിലേറാം മാമ്പൂവും തിരഞ്ഞു പാറാം മനസ്സിനൊരു ഉത്സവമല്ലേ മതിമറന്നേറുകയല്ലേ അക്കരെ ദിക്കരെ ചക്കരെ മാവിലെടുത്തൊരു മുത്തരി മുന്തിരി മണിയുടെ കിങ്ങിണി കെട്ടിയ ചെറുചെറുകലകൾ കൂട് തുറന്ന് പറന്നിടും മുന്നിൽ ചിറകളി പടഹവും നൽകിയ പവളവും ഒരു ചെറുകലഹവും അതിലൊരു മധുരവും അതുവഴി ഇതുവഴി പരപടി പരതിയും കൊടുവിൽ തടന്നൊരു ചിതറിയ പറവുകളാം చిన్నటి పొరి కొంజలే చిరి కొట్టితా తిరిగే വലുതായ കുഞ്ഞിളമേ കളിവാക്ക് ചൊല്ലിടണേ പണ്ട് കണ്ണു പൊത്തിക്കളി പന്ത് തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ കണ്ണുരുട്ടിക്കളി കാത് പൂട്ടിക്കളി അന്ന് പോലെ കളിയൂഞ്ഞാലിലെ കണ്ണനിലാഞ്ഞു മേലെ ചെന്ന് വരാന്ന് പാഞ്ഞു പാഞ്ഞു തേഞ്ഞു നാഞ്ഞു പോയ കാലമേ പിള്ളത്തരമേ നീ കുളമാണി അവന്മാർക്ക് ചേഞ്ച് വേണത്രേ. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. அம்சம அழகா ஒரு பொண்ண பார்த்த உடனே பஞ்சரான. ஆமாப்பா, அம்சம அழகா ஒரு பொண்ண பார்த்த உடனே பஞ்சரான. அது கண்ணா இல்ல கரண்டா கன்ஃபியூசன். அவ அழக பத்தி பாட இல்ல எஜுகேஷன். என் மனசு இனி உனக்கு ஒரு பிளே ஸ்டேஷன். நீ இருக்கு இடம் எனக்கு ஒரு ஹில் ஸ்டேஷன். குட் கல்குலேஷன் ஒரு சென்சேஷன். நீ வெறும் பண்ண போற டெலிடேஷன். സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ దానికేమో మరి దానికేమో మేకలిస్తివి, మరి నాకేమో సన్న బియ్యంను కలిస్తివి. మేకలేమో మందలుగా పెరిగిపాయ, నాకిచ్చిన నూకలేమో ఒక్క పూట కరిగిపాయ. రసిక రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి. రసిక రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి. ఆ కుర్చీని మార్చబెట్టి చిన్నదో
Okay. Today's last program is icing in the cake. The Shakti dance. Niye Bhuvin, translating to You Are the Earth, celebrates women empowerment, portraying them as pillars of strength, compassion, and wisdom. The dance serves as a tribute to women who have fought against the odds and continue to inspire with their unwavering spirit. Niye Bhuvin, Tri Shakti, go women! Inviting the group Niye Bhuvin Shakti dance to the stage. A big round of applause. Shari
What a meaningful song and what a meaningful dance. Such a beautiful choreography. Congratulations to the team. Now, I hope you all enjoyed today's program. I hope you all enjoyed the program. But this would have not happened without the support of our cultural committee. I would like to invite the cultural committee on stage. Beena Tommy, past president of Kerala's Cultural Society of Metropolitan Washington. Preeti Sudha, past president of Kerala Association of Greater Washington. Suresh Nair, current president of Kerala Cultural Society of Metropolitan Washington. Dr. Alfonso Rahman, president of Kairali of Baltimore. Josni Chako, Neema Asnar, Shariga Nair from Gramam, and myself, Sushma Praveen. A big round of applause to the Cultural Committee of Fokana International Convention 2024. I hope you enjoyed the day one. It's a big 2 more days of waiting with lot of cultural programs, lot of interesting songs and dances. But the night is still young. We have the DJ time. So I will give the mic to Beena to announce about it. So there will be like DJ songs played. So എല്ലാവരും stay back and enjoy the DJ. Okay, thank you also for the audio visual team, technical team for all the support, and thank you all for each one of you for the big support you gave for the performers. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. Good night. Thank you.